ഇന്നലെ കഴിഞ്ഞു, ഇന്ന് പുതിയ തുടക്കം. വിഷിംഗ് യു വെരി നൈസ് ഡേ ആൻഡ് വെൽക്കം ടു എവരിവൺ. ദിസ് ഈസ് ഫാത്തിമ ബത്തുൽ അറ്റ് റേഡിയോ സാരംഗി. കേൾക്കൂ കേൾക്കൂ, കേൾക്കാതിരിക്കുന്നതെങ്ങനെ, പറയാതിരിക്കുന്നതും എങ്ങനെ. സോഷ്യൽ മീഡിയ എന്നത് ഇന്ന് സൊസൈറ്റിയിൽ ഒഴിച്ചുകൂടാനാത്തൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. വേൾഡ് വൈഡുള്ള ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നു. സോഷ്യൽ മീഡിയ നോർമലി എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാം. നമ്മൾ എന്തൊക്കെ ടോക്സ് ചോദിച്ചാലും നമ്മൾ എന്താണോ പ്രോംപ്റ്റ് ചെയ്യുന്നത് അതിന് റിലേറ്റബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ അവയ്ക്ക് ഗുണങ്ങളും ദോഷങ്ങളുണ്ട്. സൂചനാ വേഗത, ബന്ധങ്ങൾ നിലനിർത്തുക, വിദ്യാഭ്യാസം എന്നിവ സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജസിൽ ഏർപ്പെടുന്നുണ്ട്. ലാക്ക് ഓഫ് പ്രൈവസി, ഹെൽത്ത് ഇഷ്യൂസ്, അഡിക്റ്റഡ് ആവുക എന്നിവ സോഷ്യൽ മീഡിയയുടെ ഡിസ്അഡ്വാൻറ്റേജസിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പുതിയൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ റെഫറൻസിന് വേണ്ടി സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യും. നോട്ട് ഓൺലി ദ കേസ് ഓഫ് ഫുഡ്, ഈവൻ ഒരു ക്രാഫ്റ്റ് ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ യൂട്യൂബ്സ്, ഇൻസ്റ്റാഗ്രാം, പിൻട്രസ്റ്റ് പോലുള്ള സോഷ്യൽ മീഡിയാസിനെ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇന്ത്യൻ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കത് സംശയമില്ലാത്ത കാര്യമാണ്. ബിക്കോസ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്ന മാറ്റങ്ങൾ ഒരുപാടുണ്ട്. സോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കണ്ടൻസ് ചേർത്തതുകൊണ്ട് കുട്ടികളിൽ പ്രവൃത്തിപരിചയം കൂടുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇന്ന് ലോകമാകെയുള്ള ഇൻഡസ്ട്രി, കൾച്ചർ, എഡ്യൂക്കേഷൻ, സയൻസ് തുടങ്ങിയ മേഖലകളെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്ട്രോങ് പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. ഇതൊരു വിധത്തിൽ മോഡേൺ ടെക്നോളജിയുടെ ഗ്രോത്തിൻ്റെ എക്സാമ്പിൾ കൂടാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ്, വിവിധ പ്ലാറ്റ്ഫോമുകളുടെ ഉദ്ദേശം, അതിൻ്റെ റിസൾട്ട്സ്, അച്ചീവ്മെൻറ്റ്സ്, ഡേഞ്ചേഴ്സ് എന്നിവയെക്കുറിച്ചുള്ള വിശദമായ അവലോകനം നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരു സ്വകാര്യം അല്ലെങ്കിൽ പൊതു ഫോറം വഴി വ്യക്തികൾക്കും ഐഡിയോളജീസ്, ഇൻഫോർമേഷൻ, ഇമാജിനേഷൻ എന്നിവ പങ്കുവയ്ക്കുന്നതിനും പങ്കുചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടെ ഉപഭോക്താക്കൾ തങ്ങളുടെ ജീവിതത്തിലെ വിവിധ ഭാഗങ്ങൾ ഓൺലൈനിൽ പങ്കുവയ്ക്കുന്നതും അതിലൂടെ സംവേദനം നടത്തുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയുടെ സ്റ്റാർട്ടിങ്ങിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ എന്നീ പ്ലാറ്റ്ഫോമുകൾ മനുഷ്യരുടെ ജീവിതത്തിലെ പാട്ടായിരുന്നു. അതിലൂടെ ലോകമാകെയുള്ള ആളുകൾ തമ്മിലുള്ള റിലേഷൻ കൂടുതൽ ഈസി ആയത് മാത്രമല്ല, അവരുടെ ഐഡിയോളജീസ്, വർക്ക്സ്, ലൈഫ് സ്റ്റൈൽ എന്നിവയുടെ ഗ്ലോബൽ അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ ഫോട്ടോകളും വീഡിയോകളും ഷെയർ ചെയ്യുന്നതിലൂടെ പേഴ്സണൽ എക്സ്പീരിയൻസും വിശേഷങ്ങളും എക്കാലത്തെയും ബന്ധങ്ങൾ നിർമ്മിക്കുന്ന ഒരു വഴിയാക്കി. തുടർന്ന് ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഇൻക്രീസായി. അത് ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായി. നിരവധി ആപ്ലിക്കേഷനുകൾ, ചാറ്റ് ഗ്രൂപ്പുകൾ, പോസ്റ്റുകൾ, സ്റ്റോറികൾ എന്നിവയുടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പാർട്സും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിൻ്റെ ഫലമായി നമ്മുടെ സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആകുന്നുണ്ട്. അതിനാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു. മനുഷ്യരെ പറ്റിയുള്ള വ്യൂ പോയിന്റ്സ്, ഐഡിയോളജി, സോഷ്യൽ ഇൻഡിപെൻഡൻസ് നീഡ്സിന് വേണ്ടി സാമൂഹിക മാധ്യമങ്ങൾ പുതിയ രീതികൾ ക്രിയേറ്റ് ചെയ്ത്. സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ക്രെഡിബിലിറ്റി, റിയാലിറ്റി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ്, ക്യാമ്പയിൻസ്, ന്യൂസ് എന്നിവയുടെ റോങ് ഇൻഫോർമേഷൻ സ്പ്രെഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളുടെയും ലോകത്തിൻ്റെ അതിരുകൾ അറിഞ്ഞിരിക്കണം. പ്രചാരക പ്രസ്ഥാനങ്ങൾ, ബോട്ട് ഫോമുകൾ, ഫേക്കുകൾ എന്നിവയുടെ വ്യാപനവും ഏറെ വിചാരണയാകുന്നു. ഈ സാഹചര്യത്തിൽ പ്രയോഗമായതും നിർണായകമായതും ഒരു സ്മാർട്ട് പ്രവൃത്തിയെ സൂക്ഷ്മ അറിവും ഉള്ളവർക്ക് അനിവാര്യമാണ്. നവീകരണങ്ങളുടെ മുഖമായ സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിച്ച പുതിയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുക, അതിലൂടെ സംശയങ്ങൾ ഉണർത്തുക എന്നിവയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമുക്കിനി നോക്കാം ഋഷയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന്. ഹലോ ഗൈസ്, ഞാൻ ആർജെ ഋഷ. സോഷ്യൽ മീഡിയ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ആധുനിക ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ടെക്നോളജിയുടെ സ്വാധീനത്തിൽ കരുത്തോർജിച്ചിരിക്കുന്നു. അതിൽ തന്നെ സോഷ്യൽ മീഡിയ നമ്മളെ കൂടുതൽ ആകർഷിപ്പിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റിന്റെ ഒപ്പം തന്നെ മനസ്സിനെ ആകർഷിപ്പിക്കുന്ന ഒരു ആനന്ദമായ ലോകത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലോകം വളരെ ചെറുതായി തോന്നുന്ന ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ പുനരവലോകനം ചെയ്യാനും നമ്മൾ അഭിമുഖീകരിക്കുന്ന അതിസാധാരണ അനുഭവങ്ങളെ തിരിച്ചറിയാനും സഹായിക്കുന്നു. മുൻപ് ആളുകൾ വാർത്തകളും വിവരങ്ങളും പ്രചരിപ്പിക്കുന്നതിന് പുസ്തകങ്ങൾ, പ്രിന്റ് മാധ്യമങ്ങൾ തുടങ്ങിയ കുറച്ചു വഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ആപ്ലിക്കേഷനുകളും അതിവേഗം വിവരങ്ങൾ കൈമാറുന്നതിനും ആശയങ്ങൾ പങ്കിടുന്നതിനും ഒപ്പം ആളുകളുടെ ചിന്താശേഷി കൂടുതൽ ഇൻഫോർമേറ്റീവ് ആകുന്നതിനും സഹായിക്കുന്നുണ്ട്. മനുഷ്യരുടെ ജീവിതം, സ്വഭാവം, ശീലങ്ങൾ എന്നിവയുടെ ഓരോ കോണും സോഷ്യൽ മീഡിയ ഒബ്സർവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് നന്നായി അറിയാവുന്ന സത്യമാണല്ലോ, സോഷ്യൽ മീഡിയ നമ്മുടെ ചുറ്റുപാടുകളെ പൂർണ്ണമായും മാറ്റുന്ന ഒരു ശക്തിയാണെന്ന്. നമ്മൾ ഒരു സന്ദർശകനായിരിക്കുമ്പോൾ ഓരോ ട്യൂണിങ്ങിലും, ഓരോ പോസ്റ്റിലും,
ഓരോ അഭിപ്രായത്തിലും നമുക്ക് ടെക്നോളജിയുടെ രൂപം കാണാനാകും. ആളുകൾ, സമൂഹങ്ങൾ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ ആശയങ്ങൾക്കും ഫാഷനുകൾക്കും ഒരു രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരിടത്തോ ഒരു തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. ഇത്തരത്തിലുള്ള സാമൂഹിക സ്വാധീനത്തിനനുസരിച്ച് സോഷ്യൽ മീഡിയയുടെ സജീവമായ പങ്കാളികൾ അവരുടെ ഫോളോവേഴ്സ്, ലൈക്കുകൾ, ഷെയറുകൾ എന്നിവയുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അവരുടെ ജീവിതത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുമൂലം ആളുകളുടെ ചിന്താശേഷി, വ്യക്തിത്വ, സ്വാഭാവിക ശീലങ്ങൾ എന്നിവയെല്ലാം പരിമിതമായി മാറുന്നു. ഒരു വർഷം മുമ്പ് എവിടെയുണ്ടായിരുന്നു പോലും ഓർക്കാൻ കഴിയാതെയായി മാറുന്നു. അധികം ലൈക്കുകൾ ലഭിക്കുന്നതിനും സെൽഫികളെ ആകർഷമാക്കുന്നതിനും വേണ്ടി ആളുകൾ അവരുടെയും അവരുടെ അത്ഭുതകരമായ ജീവിതങ്ങളുടെയും ചിത്രങ്ങളെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സ്വാധീനിക്കുന്നതിനാൽ വ്യക്തികളുടെ സ്വാഭാവികമായ പ്രവൃത്തിശേഷി മാറ്റപ്പെടുത്തുന്നു. അത് മറ്റുള്ളവർക്ക് യാഥാർത്ഥ്യമായി കണ്ടു നോക്കുന്നതിനു പകരം അവർക്ക് അവരുടെ ശൈലിയിലേക്ക് പോകുന്ന അവസരങ്ങൾ നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ആളുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇന്നത്തെ ആളുകൾ ഒരു ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്യുന്നത് പോലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ചാണ്. അതിലുപരി ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വഴി വ്യക്തിത്വത്തെ വീണ്ടെടുക്കാനും ആളുകൾ തമ്മിലുള്ള കണക്ഷനുകൾ പുതുക്കാനും മാത്രമല്ല മനുഷ്യന്റെ നൈസർഗിക പ്രവൃത്തി ശൈലികൾക്കും ഒരു മാറ്റം വരുത്തുന്നു. ഇവിടെ ആളുകളുടെ ജീവിതത്തിലെ ഇമോഷനുകളായിട്ടും ട്രോളുകളായിട്ടുമുള്ള പലതരം പോസ്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള മീനിങ് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ ഇൻഫോർമേഷനുകളും ചർച്ചകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട്. ഇതുവഴി ആളുകൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുകയും അവരെ കൂടുതൽ കണക്ട് ആക്കുകയും ചെയ്യുന്നുണ്ട്. എന്തു തന്നെ ആയാലും സോഷ്യൽ മീഡിയ ആളുകളെ പല തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പുതിയ ചിന്തകൾ രൂപപ്പെടുത്തുന്നതിനും ക്രിയേറ്റീവ് ആക്കുന്നതിനും സോഷ്യൽ മീഡിയക്ക് വലിയ പങ്ക് തന്നെയുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയും കൾച്ചറൽ സിസ്റ്റത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അഫ്ര, ഇതിനെ കുറിച്ചുള്ള നിന്റെ ഒപ്പീനിയൻ എന്താണ്? ഹലോ, ഹായ്, ഞാൻ ആയിഷ അഫ്ര. സോഷ്യൽ മീഡിയ ഇന്ത്യയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസത്തിലും ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ സാംസ്കാരിക ആശയങ്ങളും പാരമ്പര്യങ്ങളും ആളുകളിലേക്ക് വളരെ വേഗം എത്തിക്കുന്നു. ഇതുവഴി ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും ലോകത്തെ വിവിധ സംസ്കാരങ്ങളുടെയും പരിചയം സാധ്യമാക്കുന്നു. യുവജനങ്ങളുടെ ഇടയിൽ സാമൂഹിക മാധ്യമങ്ങൾ ചെലുത്തുന്ന പങ്ക് വളരെ വലുതാണ്. ട്രെൻഡുകളും ചാലഞ്ചുകളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപിച്ച് യുവജനങ്ങളുടെ ഫാഷൻ, ഭാഷ, പെരുമാറ്റം എന്നിവയെ രൂപപ്പെടുത്തുന്നു. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ പുതിയ തരത്തിലുള്ള സൃഷ്ടാക്കൾക്ക് അവസരം നൽകി സാംസ്കാരിക ട്രെൻഡുകളും അഭിപ്രായങ്ങളും രൂപപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയ വിദ്യാഭ്യാസ സദസ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ, അക്കാദമിക ചർച്ചകൾ എന്നിവ ലഭ്യമാക്കുന്നു. ഇത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആഗോള നെറ്റ്വർക്കുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്നു. ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, വാട്സപ്പ് എന്നിവ ഉപയോഗിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള സഹകരണ പഠനം സാധ്യമാകുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ജാഗ്രത ക്യാമ്പയിനുകൾക്കും വിദ്യാഭ്യാസ സംരക്ഷണങ്ങളുമായി ക്യാമ്പയിൻസ് നടത്തുന്നു. സാമൂഹിക മാധ്യമങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും മുന്നേറ്റത്തിലും മാറ്റത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ വളർച്ചയും അതിന്റെ പ്രചാരവും പല സാംസ്കാരിക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും പരിഹാരങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ആദ്യം സാമൂഹിക മാധ്യമങ്ങൾ സൗജന്യമായി വിവരങ്ങൾ ലഭ്യമാകുന്ന ആശയത്തിന്റെ ഉദാഹരണമാണ്. വിദേശ രാജ്യങ്ങളിൽ മാത്രം കേട്ടുപരിചിച്ച കോഴ്സുകൾ ഇന്ന് ഓൺലൈനിലെ കോഴ്സുകളായി നമുക്ക് ലഭ്യമാകുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ ചെറുതും വലുതുമായ മാറ്റങ്ങൾക്കിടയിലും സോഷ്യൽ മീഡിയ വലിയ പങ്ക് വഹിക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ, പാരമ്പര്യ തത്വങ്ങൾ, കലാസാഹിത്യങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുവെന്ന് ശ്രദ്ധിക്കാം. ആദ്യകാലത്തിൽ കലാസാഹിത്യങ്ങൾ, നാടൻ കളികൾ, പാരമ്പര്യ വസ്ത്രങ്ങൾ തുടങ്ങിയവ പരമ്പരാഗത മാർഗങ്ങൾ വഴിയാണ് നമുക്ക് ലഭിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയുടെ വഴി പുത്തൻ തലങ്ങളിലേക്ക് വികസിച്ചിട്ടുണ്ട്. ഓൺലൈൻ വീഡിയോകൾ, ബ്ലോഗുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇവയിൽ സംസ്കരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വളർന്നു വരികയാണ്. വിദ്യാഭ്യാസ രംഗത്തും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഒരു വൈവിധ്യം കാട്ടുന്നു. വിദ്യാർത്ഥികൾക്ക് പാഠം, പരീക്ഷതലങ്ങൾ, പഠന ചോദ്യപേർ എന്നിവയെ സംബന്ധിച്ചുള്ളവയെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നത് മുതൽ വിദ്യാഭ്യാസ മാധ്യമങ്ങൾ വഴി അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ കാരണമാകുന്നു. ഓൺലൈൻ പഠന ഗ്രൂപ്പുകൾ, ട്യൂട്ടോറിയലുകൾ, എഡ്യൂക്കേഷൻ വെബ്സൈറ്റുകൾ എന്നിവയുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമല്ല പഠനത്തിലേക്ക് നയിക്കുന്ന പ്രബോധനവും ലഭ്യമാകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്ന നിലവാരമുള്ള സമാഗ്രഹികൾ, പരീക്ഷ തത്വങ്ങൾ, വ്യാകരണം എന്നിവ നേടാൻ പ്രയോഗികമാകുന്ന സാമൂഹിക മാധ്യമങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസ നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കൂടാതെ ഭാവി തൊഴിൽ സാധ്യതകളുടെയും സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രാധാന്യം മനസ്സിലാക്കാം. എങ്കിലും സോഷ്യൽ മീഡിയയുടെ എല്ലാ മാറ്റങ്ങളും പോസിറ്റീവ് മാത്രമല്ല. വളരെ വലിയ തൊഴിൽ പിരിമുറുക്കം, അശ്ലീലത, വ്യാജ വിവരങ്ങൾ എന്നിവയെ പ്രചരിക്കുന്നതും സമൂഹത്തിലെ
ചില വിശ്വാസങ്ങൾക്കും സാംസ്കാരിക മനുഷ്യവിതരണം ക്രിയാത്മകമാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ സമുദായം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടുംബങ്ങൾ എന്നിവരുടെ പങ്കാളിത്തം വളരെ പ്രധാനമാണ്. സോഷ്യൽ മീഡിയ സൂക്ഷ്മമായി ഉപയോഗിക്കുന്ന രീതികൾക്കായി ഉപദേശങ്ങൾ നൽകുകയും അതിൻ്റെ ദോഷപരമായ മേഖലകൾ പരിഹരിക്കുവാനും ശ്രദ്ധ വേണം. അതായത് സോഷ്യൽ മീഡിയയുടെ ഉയർന്ന സാധ്യതകളും വെല്ലുവിളികളെയും തുലയേന പാരമായി മനസ്സിലാക്കുന്നതിലൂടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും അടിസ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച മാർഗങ്ങൾ വികസിപ്പിക്കുമെന്ന് ഉറപ്പുള്ളതാണ്. ഇനി ആദ്യം ഷംന സോഷ്യൽ മീഡിയയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഹലോ ഗായ്സ്, ഞാൻ RJ ഷംന. സോഷ്യൽ മീഡിയ എന്നത് ഉപയോക്താക്കളെ പരസ്പരം ഇടപഴകാൻ അനുവദിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് പ്ലാറ്റ്ഫോമുകളാണ്. ഉപയോഗപ്രദമാവുന്ന സൗഹൃദ സവിശേഷതകൾ കാരണം സോഷ്യൽ മീഡിയ ഈ ദിവസങ്ങളിൽ വളരെ ജനപ്രിയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തന്നെ സോഷ്യൽ മീഡിയ കാരണം ലോകം മുഴുവൻ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പേരും യുവാക്കളാണുള്ളത്. ഒരു നാണയത്തിൽ എല്ലായ്പ്പോഴും രണ്ട് വശങ്ങളുള്ളതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കും രണ്ട് വശങ്ങളുണ്ട്. ഈ ചർച്ചാ വിഷയത്തിൽ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. അവ നമുക്കിന്ന് ചർച്ച ചെയ്യാം. സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ. ആളുകൾ അവരുടെ പ്രദേശത്തോ സംസ്ഥാനത്തോ ലോകത്തിലോ പോലും നടക്കുന്ന നിലവിലുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിവുകൾ ലഭിക്കാനും അറിവുള്ളവരാകാനും സഹായിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ വിദ്യാർത്ഥികളെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുന്നു. കാരണം വിദ്യാർത്ഥികൾ പരസ്പരം അകലെയാണെങ്കിലും ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുന്നതിന് എളുപ്പമാക്കുന്നുണ്ട്. നിരവധി പ്രാദേശിക ബിസിനസ് ഓർഗനൈസേഷനുകൾ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി കൂടുതൽ ജീവനക്കാരെ റീക്രൂട്ട് ചെയ്യുന്നതിനാൽ പുതിയ തൊഴിലവസരങ്ങൾ ആക്സസ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ആളുകളെ സഹായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളെ. പെട്ടെന്നുള്ള ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ ആളുകളെ അപ്ഡേറ്റഡ് ആയിരിക്കാനും സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വിവിധ രീതികളിൽ ഒരു അധ്യാപന ഉപകരണമായി ഉൾപ്പെടുന്നു. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിലൂടെ ആളുകൾക്ക് അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും പോലും വിവിധ വിഷയങ്ങൾ പഠിക്കാൻ സഹായിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ ദോഷവശങ്ങൾ. ഇൻ്റർനെറ്റ് കണക്ഷനുള്ള എല്ലാവരിലും സോഷ്യൽ മീഡിയ ലഭ്യമായതിനാൽ ആളുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വലിയ അളവിലുള്ള മെറ്റീരിയലിൻ്റെ ലഭ്യതയും നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എവിടെയാണെങ്കിലും പ്രിയപ്പെട്ടവരുമായി ആശയവിനിമയം നടത്താനും ബന്ധപ്പെടാനുമുള്ള സാധ്യതയും സോഷ്യൽ മീഡിയയുടെ ആസക്തിക്ക് കാരണമായി തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ലോകമെമ്പാടുമുള്ള മറ്റുള്ളവരുമായി ഇടപഴകുന്നതും വിവരങ്ങൾ സ്വീകരിക്കുന്നതും കാരണം ആളുകൾ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് പോലും വേർപിരിയുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഓൺലൈൻ വഴി ഉണ്ടാകുന്ന ഭീഷണിയാണ് സൈബർ ആക്രമണം. ഇതാണ് സോഷ്യൽ മീഡിയയുടെ മറ്റൊരു ദോഷവശം. ഇരകളെ മാനസികമായി അസ്വസ്ഥരാക്കുന്നതിനോ കളിയാക്കുന്നതിനോ ഇത് തെറ്റായ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു. മറ്റൊരു ദോഷവശം എന്ന് പറയുന്നത് ആളുകളെ അലസത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. മണിക്കൂറുകളോളം ഇതിൻ്റെ ഉള്ളിൽ സമയം ചിലവഴിക്കുന്നു. അമിതവണ്ണം, ക്ഷീണം, രക്തസമ്മർദ്ദം, വിഷാദം മുതലായവ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ അമിതമായി ഉപയോഗിക്കുന്നത് നിർത്തുക.